മലയാളത്തിലെ ഏതൊരു നടനും അയാളുടെ സാമാന്യ അഭിനയത്തിൽ നിന്നും മാറി അഭിനയിച്ചാൽ അയാൾക്കൊരു മോഹൻലാൽ ചായ കടന്നു വരുമെന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തി കാണില്ല. കണ്ടംപററീസായി താരതമ്യം ചെയ്താൽ അത്രയൊന്നും മുഖസൗന്ദര്യം അവകാശപ്പെടാനില്ലാത്ത മോഹൻലാലിനെ മലയാളി പ്രേക്ഷകർ കണ്ട് പഴകിയാണ് ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചത്. അതിനാൽ ലാലുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും മലയാളികൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. എന്നാൽ ഇത്രയും മഹാനടനായ ലാൽ അപൂർവമായ തിയേറ്ററിൽ പോയി സിനിമ കാണാറുള്ളൂ എന്ന കാര്യം എത്ര മലയാളികൾക്കറിയാം. അതുപോലെ ആദ്യ സിനിമയ്ക്ക് കിട്ടിയ പ്രതിഫലം ലാൽ ഒരു അനാഥാലയത്തിന് കൊടുത്തുവെന്നതും പലർക്കും അജ്ഞാതമായ ഫാക്റ്റാണ്. ഇങ്ങനെ മോഹൻലാലിനെ കുറിച്ച് മലയാളികൾക്ക് അറിയാവുന്നതും ഒട്ടും അറിയാത്തതുമായ 50ഓളം ഫാക്ട്സ് ആണ് ഇന്ന് മലയാളം മൂവി സെന്ററിൽ ഇവിടെ അവതരിപ്പിക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വീടുകളുള്ള ലാൽ കേരളത്തിൽ പത്തനംതിട്ട ഇലന്തൂരിൽ 1960 മെയ് 21 ജനിച്ചത്. ലാലിന് ആദ്യ അവാർഡ് ലഭിച്ചത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. കമ്പ്യൂട്ടർ ബോയ് എന്ന സ്കൂൾ നാടകത്തിൽ 90കാരനായാണ് ലാൽ വേഷമിട്ടത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിന്റെ സ്ക്രീൻ ടെസ്റ്റിന് പോയപ്പോൾ ജഡ്ജിമാരിൽ ഒരാളായ ഡയറക്ടർ സിബി മലയിൽ ലാലിന് 100ൽ 2 മാർക്കാണ് നൽകിയത്. ലാലിന്റെ ആദ്യ ചിത്രമായ തിരനോട്ടം ഷൂട്ട് പൂർത്തിയായി 25 വർഷങ്ങൾക്ക് ശേഷമാണ് റിലീസായത്. 2005 കൊല്ലത്തെ ഒരു തിയേറ്ററിലായിരുന്നു റിലീസ്. ഇന്ന് 2 കോടി രൂപയോളം പ്രതിഫലം വാങ്ങുന്ന ലാൽ തന്റെ ആദ്യ സിനിമയ്ക്കായി 2000 രൂപയാണ് പ്രതിഫലമായി വാങ്ങിയത്. ഇത് ലാൽ ഒരു അനാഥാലയത്തിലേക്ക് സംഭാവന ചെയ്യുകയുണ്ടായെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നു. 1977-78 വർഷത്തെ കേരള സ്റ്റേറ്റ് റെസ്ലിംഗ് ചാമ്പ്യനാണ് മോഹൻലാൽ. ലാലിന് ഒരു സഹോദരനാണ് ഉണ്ടായിരുന്നത്, അന്തരിച്ച പ്യാരി ലാൽ. ഇദ്ദേഹം ലാലിനോടൊപ്പം 1984 കിളിക്കൊഞ്ചൽ എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട്. 1982 മുതൽ 88 വരെയാണ് ലാലിന്റെ സുവർണകാലം. ഇക്കാലയളവിൽ 15 ദിവസം കൂടുമ്പോൾ ലാലിന്റെ ഓരോ ഫിലിം വീതം റിലീസ് ചെയ്യുമായിരുന്നു. ലാലിന്റെ മകൻ പ്രണവും ഒരു നല്ല നടനാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. മേജർ രവിയുടെ പുനർജനി എന്ന ചിത്രത്തിലൂടെ പ്രണവ് ബെസ്റ്റ് ആക്ടർ അവാർഡും നേടി. ഇതുകൂടാതെ ഒന്നാമൻ, സാഗർ ഇലിയാസ് ജാക്കി എന്നിവയിലും പ്രണവ് അഭിനയിച്ചു. 1986 ലാലിന്റെ 34 ചിത്രങ്ങളാണ് റിലീസായത്. പടയോട്ടം എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ മകനായാണ് ലാൽ അഭിനയിച്ചത്. മമ്മൂട്ടിയും ലാലും ഒന്നിച്ച് 55ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 1985 ഇറങ്ങിയ വസന്തസേന എന്ന ചിത്രത്തിൽ നടി ശോഭന ലാലിന്റെ മകളായാണ് വേഷമിട്ടത്. ലാലിനൊപ്പം ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായികയായത് ശോഭനയാണ്, 19 ചിത്രങ്ങൾ. 26 ചിത്രങ്ങളിൽ മോഹൻലാൽ പിന്നണി പാടിയിട്ടുണ്ട്. 1982 ഇറങ്ങിയ ലാലിന്റെ പടയോട്ടം മലയാളത്തിലെ ആദ്യ 70mm ഫിലിമാണ്. ലാലിന്റെ ആദ്യ തെലുങ്കു ചിത്രം ഗാണ്ഡീവം 1994 ഇറങ്ങി. പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗോപുരവാസിലിലെ ആണ് ലാലിന്റെ ആദ്യ തമിഴ് ചിത്രം. ലാലിന്റെ ചിത്രം എന്ന സിനിമയാണ് മലയാളത്തിൽ ഏറ്റവും അധികം ദിവസം പ്രദർശിപ്പിച്ച സിനിമ. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ലാലേട്ടന്റെ ഈ ചിത്രത്തിന്. ചിത്രത്തിലെ പാട്ടുകളാണ് മലയാളത്തിൽ ഏറ്റവും അധികം വിറ്റഴിഞ്ഞത്. ലാലിന്റെ ഗുരു എന്ന ചിത്രത്തിന് സബ്ടൈറ്റിൽ ചെയ്തത് എഴുത്തുകാരനായ OV വിജയനാണ്. TK രാജീവ് കുമാർ സംവിധാനം ചെയ്ത ഗുരുവാണ് ഓസ്കറിലേക്ക് പരിഗണിക്കപ്പെട്ട ആദ്യ മലയാള ചിത്രം. ലാലിന്റെ ഏറ്റവും എക്സ്പെൻസീവായ ചിത്രമാണ് റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത കാസിനോവ. പുലിമുരുകൻ ഇറങ്ങുന്നതോടെ ഈ റെക്കോർഡും മാറിമറിയും. ബോളിവുഡ് ലെജൻഡ് അമിതാഭ് ബച്ചനുമായി ലാലിന് നല്ല സുഹൃത്ത് ബന്ധമാണ് ഉള്ളത്. ഇത് കാന്തഹാർ എന്ന സിനിമയ്ക്ക് കാരണമായി. നല്ലൊരു സ്റ്റണ്ട് മാസ്റ്റർ കൂടിയാണ് ലാലേട്ടൻ. കിരീടം എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഫൈറ്റ് ഡയറക്റ്റ് ചെയ്തത് മോഹൻലാലാണ്. ലോകസുന്ദരി ഐശ്വര്യ റായിയുടെ ആദ്യ നായകൻ മോഹൻലാലായിരുന്നു. അതുപോലെ ബോളിവുഡ് നടി വിദ്യാ ബാലന്റെ ആദ്യ നായകനും ലാൽ തന്നെ. ചക്രം എന്ന ഈ ചിത്രം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. 30 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായി ഒരു മോഹൻലാൽ കമൽ ചിത്രം യാഥാർത്ഥ്യമാവാൻ. ഉന്നേ പോലൊരുവൻ എന്ന തമിഴ് ചിത്രമാണിത്. ലാൽ ഒരു സൈലന്റ് ഷോർട്ട് ഫിലിമിലും അഭിനയിച്ചിട്ടുണ്ട്. ബിജോയ് നമ്പ്യാരുടെ റിഫ്ലക്ഷൻസ് ആണ് ഈ ചിത്രം. സുഹൃത്ത് പ്രിയദർശനെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ടൈറ്റ് ഷെഡ്യൂൾ അവഗണിച്ച് ലാൽ ട്രിവാൻഡ്രത്ത് നിന്നും ഒരു ഹെലികോപ്റ്ററിൽ പാലക്കാടേക്ക് പറന്നെത്തി. പട്ടണപ്രവേശം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് ആന്റണി പെരുമ്പാവൂർ ലാലിന്റെ പ്രൊഫഷണൽ ജീവിതത്തിലേക്ക് വരുന്നത്. ട്രിവാൻഡ്രം, കൊച്ചി, ചെന്നൈ, ഊട്ടി, ദുബായ് എന്നിവിടങ്ങളിൽ ലാലിന് വീടുണ്ട്. ദുബായിലെ ബുർജ് ഖലീഫയുടെ 29ാം നിലയിലുമുണ്ട് മോഹൻലാലിന് ഒരു ഫ്ലാറ്റ്. മോഹൻലാലിന്റെ സ്ഥിരം കോസ്റ്റ്യൂം ഡിസൈനറാണ് മുരളി. 30ലേറെ വർഷമായി മുരളി കൂടെയുണ്ട്. ഇവരെ കൂടാതെ സ്ഥിരം ഹെയർ സ്റ്റൈലിസ്റ്റ് ബിജേഷ്, മേക്കപ്പ് മാൻ ലിജു എന്നിവരുമുണ്ട്. നട്ടുവം പരമശിവൻ എന്ന പ്രശസ്ത ഡാൻസറാണ് ലാലിനെ രാജശില്പിയിൽ നൃത്തം അഭ്യസിപ്പിച്ചത്. സ്വപ്നമാളിക എന്ന ചിത്രത്തിന്റെ കഥ ലാലിൻ്റെതാണ്. KA ദേവരാജ് സംവിധാനം ചെയ്ത ചിത്രം ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല.
തന്മാത്ര എന്ന ചിത്രത്തിൽ ലാൽ പരിപൂർണ നഗ്നനായി അഭിനയിച്ചു. സെൻസർ ബോർഡ് ഈ സീൻ ഓക്കെ ചെയ്യുകയും ചെയ്തു. പക്ഷേ അവസാന നിമിഷം ഈ സീൻ ചിത്രത്തിൽ നിന്നും മാറ്റി. തായ്ക്കൊണ്ടോ കൗൺസിലിന്റെ ഓണററി ബ്ലാക്ക് ബെൽറ്റ് തായ്ക്കൊണ്ടോ പട്ടം ലഭിക്കുന്ന ആദ്യ സൗത്ത് ഇന്ത്യൻ ആക്ടറാണ് ലാൽ. ഹോണററിയായി ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ ആകുന്ന ആദ്യ ഇന്ത്യൻ നടനാണ് ലാൽ. UAEയിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളാണ് ലാൽ. 20 ഡ്രൈവിംഗ് ക്ലാസുകൾ അറ്റൻഡ് ചെയ്ത് ലാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ടെസ്റ്റ് പാസ്സാവുകയും ചെയ്തു. 4 നാടകങ്ങളിൽ ലാൽ അഭിനയിച്ചു. ഛായാമുഖി, കഥയാട്ടം, സംസ്കൃത നാടകമായ കർണഭാരം, സതീഷ് ചന്ദ്രന്റെ ജീവനുള്ള പ്രതിമകൾ എന്നിവയാണിവ. 2008 മുതൽ 2010 വരെ ലാൽ അഭിനയിച്ച 19 ചിത്രങ്ങളിൽ 10ലും ലാലിന് നായികമാരുണ്ടായിരുന്നില്ല. മികച്ചൊരു കുക്കാണ് ലാൽ എന്ന കാര്യം പലർക്കും അറിയില്ല. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ലാലിന് റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. രാവിലെ ഇടിയപ്പം, വെജ് സ്റ്റ്യൂ, ഗ്രീൻ ടീ, ഉച്ചയ്ക്ക് ചോറ്, മീൻകറി, രാത്രി ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പ് പുട്ട്, അതിനോടൊപ്പം ചിക്കൻ കറി എന്നിവയാണ് ഇപ്പോഴത്തെ ലാലിൻ്റെ ഫുഡ് മെനു. വളരെ അപൂർവമായി മാത്രം തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആളാണ് ലാൽ. ഇത് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുമുണ്ട്. നല്ലൊരു യാത്രികനായ മോഹൻലാൽ തൻ്റെ യാത്രകളെക്കുറിച്ച് ഒരു പുസ്തകവും എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകം നടൻ കമൽഹാസനാണ് റിലീസ് ചെയ്തത്. മമ്മൂട്ടിയുമായി ചേർന്ന് ലാൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിയ കാര്യം പലർക്കും അറിയില്ല. കാസിനോ ഫിലിംസ് എന്ന പേരിൽ ഈ ടീം ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, നാടോടിക്കാറ്റ് എന്നിവ പ്രൊഡ്യൂസ് ചെയ്തു. മാജിക്കും വശമുള്ള മോഹൻലാൽ 2008 ഗോപിനാഥ് മുതുകാടിന്റെ കീഴിൽ മാസങ്ങളോളം ഫയർ എസ്കേപ്പിനായി പരിശീലനം നടത്തി. എന്നാൽ പിന്നീട് ആരാധകരുടെയും സുഹൃത്തുക്കളുടെയും അഭ്യർത്ഥന മാനിച്ച് ഇതിൽ നിന്നും പിന്മാറുകയായിരുന്നു. ഗൾഫിൽ മാജിക് ലാമ്പ് എന്നൊരു ഫുൾ ഫ്ലെജ്ഡ് മാജിക് ഷോവും ലാൽ നടത്തി. സിനിമകളുടെ പേരിൽ മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ ഇറക്കിയത് ലാൽ ചിത്രങ്ങളുടെ പേരിലാണ്. നരസിംഹം, ഒന്നാമൻ, താണ്ഡവം, രാവണപ്രഭു എന്നീ സിനിമകളുടെ പേരിൽ ഒരു സ്വകാര്യ കമ്പനി മുണ്ടുകൾ പുറത്തിറക്കി. ലാലിസം ആണ് ലാലിൻ്റെ പേരിലുള്ള ഒരു പ്രധാന കോൺട്രവേഴ്സി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ തുക മുഴുവൻ ലാൽ സർക്കാരിന് തന്നെ തിരിച്ചു നൽകി. മോഹൻലാൽ ഹിന്ദിയിൽ അഭിനയിച്ച എല്ലാ ചിത്രങ്ങളും അജയ് ദേവ്ഗണൊപ്പമാണ്. കമ്പനി, ആഗ്, തേസ്, ഹല്ലാ ബോൾ എന്നിവയാണ് ഈ ചിത്രങ്ങൾ. പ്രേം നസീർ, ആലമൂടൻ എന്നിവരുടെ അവസാന ചിത്രങ്ങൾ ലാലിൻ്റെ ഒപ്പമായിരുന്നു.